റെസ്പോൺസ് ഉണ്ട്. എല്ലാവരും നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. നല്ല സിനിമകൾ വരുമ്പം അതിനെ നശിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. ടർബോയ്ക്ക് അങ്ങനെ ഇതുണ്ട്. പക്ഷെ പ്രേക്ഷകർ അതെല്ലാം മലത്തി അടിച്ചുകൊണ്ട് തന്നെ കയ്യടി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അങ്ങനെ നല്ല സിനിമകളെ അല്ലെങ്കിൽ സിനിമകളെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാത്തിനും പല അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായ പ്രകടനങ്ങൾ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. എന്തായാലും ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതിൽ അതുകൊണ്ടാണല്ലോ ഹൗസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അവരുടെ അഭിപ്രായം നമ്മൾ മാനിക്കുന്നു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് ആരും മോശമാക്കാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞൂടാ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കാം. എന്റെ കണ്ണിൽ പെട്ടിട്ടില്ല. വിമർശനങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതും സ്വീകരിക്കുന്നു, അതും ഇതിന്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മെ തല്ലിയാലും നല്ല രണ്ട് വർഷം ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ സിനിമയ്ക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പടം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഒരുപാട് സന്തോഷം. ഡീഗ്രേഡിംഗ് ഉണ്ടോ? ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാൻ അതിനെ കരുതുന്നില്ല. അത് വേറൊരു അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ. അങ്ങനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമായിരിക്കും, അവരത് തുറന്ന് പ്രകടിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് 10 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ 8 പേർക്ക് ഇഷ്ടപ്പെടുന്നു, 2 പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു പ്രൊപ്പോർഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം, രണ്ടും സന്തോഷം. വിമർശനങ്ങൾക്കും സ്വാഗതം. എന്താ പറയാ, എല്ലാത്തിനും എനിക്ക് തോന്നുന്നില്ല അത് കളക്ഷനെയും ബാധിക്കുന്നുണ്ട്, സിനിമയും ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല. ജനുവിനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കും, അവർ തുറന്നു പറയുന്നില്ല. എല്ലായിടത്തും നമ്മുടെ പല സുഹൃത്തുക്കളും വിമർശനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ എടുക്കുന്നുള്ളൂ, അത് ആരോഗ്യപരമായിട്ട് എടുത്താൽ മതി. അത് സിനിമയ്ക്ക് കലാപ്രവർത്തനങ്ങൾ നല്ലത്. അതുണ്ട്, ചില പൊളിറ്റിക്സ് ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ
വിമർശനം, അതൊരു വിമർശനം ആരോഗ്യപരമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരാൾ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ മീഡിയയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ല. അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഇടപെടൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവര് പറയാനുള്ളവർ എന്തായാലും ഞാൻ ഇതേ പറയുള്ളൂ എന്ന് ഒരുങ്ങി തിരിച്ചിട്ടുള്ള ആൾക്കാർ അവര് പറയുക തന്നെ ചെയ്യും. നമുക്ക് അവരെ കായികമായോ കാരണം നേരിട്ടിട്ട് ഒന്നും നേടാനില്ല. അവരവരുടെ പാട്ടിന് വിടുക. പക്ഷെ അവര് മൂലം പണത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം. കളക്ഷനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെയധികം സന്തോഷം. ഈ ദിവസങ്ങളിൽ പോലും 70% ഒക്കുപെൻസി ഉണ്ട്. ഇപ്പൊ നമ്മൾ തിങ്കളാഴ്ച ആയിട്ട് ഈ പ്രേക്ഷകരെ അങ്ങനത്തെ വിവാദങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല. നല്ല സിനിമയാണ് കാണുമെന്നാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള മാസങ്ങളുള്ള പടം വന്നിട്ട് മലയാളത്തിൽ നമ്മള് ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ഏതായിരുന്നു തമിഴിലാണ് ജയിലർ ലിയോ ഇങ്ങനത്തെ പടമാണ് വന്നിരിക്കുന്നത്. മലയാളത്തില് ഇങ്ങനെ ഈ ഇതേപോലെ ഒരു ഗ്ലോറിഫിക്കേഷൻ ഉള്ള കർബോ ജോസ് പോലത്തെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ആദ്യമായിട്ടല്ല കുറച്ച് കാലത്തിന് ശേഷമാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്ന ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരതിനെ വിമർശിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാന്നുള്ളത് അവരും ശ്രമിക്കുന്നുണ്ട്. അവർ ചെയ്തോട്ടെ. എന്തായാലും ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക എന്നൊരു ലെജൻഡിന്റെ ശരിക്കും അത് അതാണ് ചർച്ച ചെയ്യേണ്ടതല്ലേ? അത് ചർച്ച ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം കൂടെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലായിട്ട് വിളിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തികളെ ഈ ഒരു പ്രായത്തിൽ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു പ്രായത്തിൽ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതിനേക്കാൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അത് മമ്മൂക്കയുടെ ഒരു പാഷനാണ്. വർഷങ്ങളായി നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. കർണൂസ് പാട്ടിന്റെ സമയത്ത് ഇത് പറഞ്ഞിരുന്നു. ഒരു ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ടർബോ ജോസ് എന്ന് പറഞ്ഞ പോലെ ടർബോ വൈശാഖ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള കഠിനാധ്വാനമാണ് ഈ പടത്തിന്റെ ഔട്ട്പുട്ട് ഈ വിജയത്തിൽ നിന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രണ്ട് വ്യക്തികളും നമ്മളെ നിന്ന് നമ്മളെല്ലാവരും മീഡിയ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വഴി സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അവരെ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഞാനും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. ഇതിന്റെ അപ്പുറത്തേക്ക് കിട്ടുമായിരുന്നോ വേറെ ആയിരുന്നോ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്ത് പടം നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് നശിപ്പിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ട്. അവരോടൊക്കെ എന്താ പറയുക? നെഗറ്റീവ് ഞാനിത് പറയില്ലേ, ഇത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് എടുത്തോട്ടെ. ഇത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് പ്രയോഗിക്കാനാണ് ഇഷ്ടം. ഭക്ഷണം ബുക്ക് ആയിക്കോട്ടെ, ഉണ്ണി ബോക്സ് ആയിക്കോട്ടെ, അലിൻ ജോസ് പെരേര ആയിക്കോട്ടെ, ആറാട്ടണ്ണൻ ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടെന്നേ. അതിൽ 1947 ഓഗസ്റ്റ് 5 നമുക്ക് കിട്ടിയത്. അവര് പറഞ്ഞോട്ടെ, അത് ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഡിഗ്രേഡ്. അത് പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനിത് എടുക്കുന്നില്ല. എന്റെ ക്യാരക്ടറിനെ വിമർശിച്ചാലും വേറെ ഏത് ക്യാരക്ടറിനെ വിമർശിച്ചാലും അത് ആരോഗ്യപരമായിട്ട് മാത്രം എടുക്കാം. കാരണം ഓക്കെ, അത് ഇഷ്ടം ഏതൊരു പടമായിട്ട്. ഇപ്പൊ പ്രേം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലുണ്ട്. അതും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. കണ്ണൂസ് സ്ക്വാഡ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. മഞ്ഞുമൽ ബോയ്സ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ആടുജീവിതം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ആവേശം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, എല്ലാത്തിനും ഉണ്ട്. ഇത് ഭൂരിപക്ഷം ആർക്കാണെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം. ഭൂരിപക്ഷം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം. ഇനി കാണുന്ന വീണ്ടും കാണാം അടുത്ത പടത്തിൽ. തിയേറ്ററിൽ ഇരുന്ന് ഇപ്പൊ ഞാനാണെങ്കിലും കുറച്ച് തിയേറ്റർ വിസിറ്റ് കണ്ടുവരുന്നത് കാരണം എനിക്കറിയാം ഓഡിയൻസിന്റെ ഓളം അത്രത്തോളമാണ്. അവരുടെ കൈയടിയും അവരുടെ ഒരു ഓളമാണ് ഇതിന്റെ റിവ്യൂ. അല്ലാതെ ഓരോ ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ അവരവരുടെ കാര്യം. പക്ഷെ അതല്ലാതെ ഇതാണ് ഇതിന്റെ റിവ്യൂ. ഓഡിയൻസിന്റെ തിയേറ്ററിലുള്ള ഓളമാണ് ഞാൻ റിവ്യൂ ആയിട്ട് കാണുന്നത്. അത് കാരണം ഇതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയുന്നത്. മനഃപൂർവ്വം നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് സിനിമയെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഓഡിയൻസിന് അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. മൂവി കാണുമ്പോൾ ആരും ഡിസപ്പോയിന്റഡ് ആയിട്ടല്ല ഇറങ്ങുന്നത്. എല്ലാവരുടെയും ഫേസിൽ ആ സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ മൂവിയുടെ വിജയം. അതിൽ കൂടുതൽ ആര് റിവ്യൂവർ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഡീഗ്രേഡ് ചെയ്യാൻ നോക്കി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരിക്കലും ബാധിക്കത്തില്ല. ഇപ്പൊ തന്നെ കളക്ഷൻ നിങ്ങൾക്കറിയാം 50 crores കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ശരി, താങ്ക് യു.